ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തല്ലാഹാ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കഅബയിലേക്ക് തിരിയാം. അതിൽ ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടല്ല, അത് ഇബ്രാഹിം നബി ഉണ്ടാക്കി എന്നത് കൊണ്ട് മാത്രമല്ല. ഇബ്രാഹിം നബി ഉണ്ടാക്കി എന്നത് കൊണ്ടാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടം. നമ്മൾ തിരിയുന്നത് ആരിഷ്ടം കൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ ഇഷ്ടം. അല്ലാഹ് തിരിച്ച റസൂലുള്ളാഹിന്റെ ഇഷ്ടം. എൻ്റെ ഇബ്രാഹിം പടുത്തുയർത്തിയതേ എന്നതുകൊണ്ടല്ല ഞാൻ ഇബ്രാഹിം നബി മോശമാക്കല്ല. നിങ്ങൾ അതും ചാർജ് ഷീറ്റിന്റെ മേലിട്ടുണ്ട. എടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയതെന്നല്ലേ കഅബ? എന്നിട്ടല്ലേ അതിന് ഒഴിവാക്കി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞ് നേരെ എതിർ ദിശയിലേക്ക്. രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഈ സഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അമ്മിനി, റബ്ബേ എന്നെ എപ്പോൾ കുരുടനാക്കണം, ഇനി ഈ സെക്കൻഡ് മുതൽ എനിക്ക് കണ്ണ് വേണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ ജീവനോടുകൂടെ കണ്ട കണ്ണല്ലേ, ഇനി എനിക്ക് വേറൊരാളെ കാണേണ്ടിയില്ല. പിന്നെ വഫാത്തായി കിടക്കുന്ന നബിയെ കാണാനുള്ള ശക്തിയൊന്നും എൻ്റെ കണ്ണിനില്ല. ഇപ്പൊ കണ്ണൂട്ടിയ മതി. قليل وداد العبد فيك صفاء ومدعوك من داء القلوب شفاء وذكرك يا خير الأنام غنيمة والمبتغي العلياء سنا وسناء فإنك يا ياسين طه محمد أتاك من المولى الجليل ثناء وقد خالع العرش المجيد لوطأته فإنك فوق الكائنات سماء وصلت بك الأرسال والكل خادم من الحضرة العليا أتاء علاء خديمك إبراهيم يطمع فيك يا كريما به للأنبياء عطاء وأنت محيط بشؤونه فلا أرى أنص على الحاجات منك غناء عليك صلاة الله ثم سلامه صلاة بها ينفك عنه غطاء عليك صلاة الله ثم سلامه بها ينجلي الظلماء ونيل حباء عليك صلاة الله ثم سلامه مع العار طرا من هوته عباء ഖലീലുൻ വിദാദിൽ അബ്ദി, ഈ അടിമയുടെ പ്രേമം വളരെ നിസ്സാരമാണ്. ഫീക്ക, അങ്ങയിലുള്ള പ്രേമം വളരെ നിസ്സാരമാണ്. സഫാഉ, എങ്കിലും അത് നിഷ്കളങ്കമാണ്. എനിക്ക് അങ്ങയോടുള്ള പ്രേമം വളരെ ചെറുതാണ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങയെ പ്രേമിച്ച ആൾ ഞാനാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ പ്രേമം ആത്മാർത്ഥമാണ്, 100%. അതിൽ നിന്ന് ഇനി ഒരു പൊടി ഒരാൾക്ക് എടുത്തു മാറ്റാൻ, ഒരു ഉബാർ, ആ പ്രേമത്തിൽ ഒരു പൊടി ഒരാൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയൂല. അത്രയും ആത്മാർത്ഥമാണ്, സഫാ. അതേ സമയത്ത് ആ പ്രേമം വളരെ കുറവാണ്. എന്തുകൊണ്ട്? അതിൻ്റെ മണ്ണിന്റെ കുഴപ്പമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അതൊക്കെ അതിനർത്ഥം കുറവാണെന്നല്ല, അവര് പറയുമ്പോൾ അത് കുറവാണ്. മനസ്സിലായില്ല? അങ്ങനെ തന്നെയാ പറയേണ്ടത്. കുറവാണെന്ന് തന്നെ പറയേണ്ടത്, കുറവാണെന്ന് തന്നെ പറയേണ്ടത്. നമുക്ക് ആ ഭാഗത്തേക്ക് എത്തിയൊക്കെ കഴിയില്ല. നമ്മൾക്ക് കുറവല്ല, നമുക്ക് കുറവാണെങ്കിലും കുറവ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എന്നാണല്ലോ ഇതിനർത്ഥം. നമുക്കില്ല, നമുക്ക് റസൂലുള്ളാഹിനോട് പ്രേമം എന്നത് ഇല്ല, ഒരിക്കലും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമം നമുക്കില്ല. നമുക്കതിന് വാസന അടിച്ചിട്ടേ ഉള്ളൂ. ഉണ്ടെങ്കിൽ അതടിച്ചോന്നും എനിക്കറിയില്ല. നമ്മുടെ ഇഷ്ക് മജ്‌ലിസുകളെല്ലാം, ഞാനതൊന്നും ആത്മാർത്ഥമല്ല എന്ന് പറയല്ല, അതിൻ്റെ പേരിൽ ദുരഭിമാനം കൊള്ളുകയാണെങ്കിൽ നിനക്ക് നഷ്ടമാണ്. എന്തുകൊണ്ട്? ഇഷ്ക് എന്ന് പറയാൻ ഒന്നും എൻ്റെ കയ്യിലില്ല. നമ്മളെ ചോറും കൂട്ടാനും കളിയും നമ്മുടെ ഭക്ഷണം കഴിക്കലും നടക്കുന്നല്ലാതെ വേറൊന്നും ഇല്ല. നമുക്ക് പ്രേമല്ല നബിയോട്. പ്രേമുണ്ടെങ്കിൽ നമ്മളങ്ങനെ കണ്ടാൽ പോരാ.
എത്ര മനുഷ്യന്മാരാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എത്ര ബാല്യക്കാരാണ് എന്ത് ചെയ്തത്? അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി അല്ലേ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അവരെന്ത് ചെയ്തു? ബാല്യക്കാരൻ 38-ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. ഈ ബാല്യക്കാരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് തളച്ച യുഹദ് യുദ്ധത്തിൽ തുളഞ്ഞു പോയ ഇരുമ്പിൻ്റെ വളയം പല്ലുകൊണ്ട് കടിച്ചെടുത്ത പല്ല് പോയി. പല്ലാണ് നഷ്ടപ്പെട്ടു. അതിലൊരു ബേജാറില്ല. എൻ്റെ ഭാര്യ എന്നെ ഇഷ്ടപ്പെടില്ല, ഞാൻ ഈ തൊണ്ണനായി ഈ ചെറുപ്രായത്തിൽ നടന്നാൽ അതവർക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർക്ക് റസൂലുള്ളാഹിയുടെ പ്രശ്നം. ഒരു സ്വഹാബി മരിക്കാൻ കിടക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, മരിച്ചാൽ എന്നെ അറിയിക്കണേ എന്ന് പറഞ്ഞു. ഈ സ്വഹാബി മരിക്കാൻ നേരത്തെ വസിയത്ത് ചെയ്തു, രാത്രിയാണ് അറിയിക്കരുത്, ഞാൻ മരിക്കാൻ പോവാണ്, നബി അറിയിക്കരുത്. കാരണം രാത്രി റസൂലുള്ളാഹിക്ക് വരൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പിന്നെ അറിയിച്ചാൽ മതി. ഞാൻ സ്വഹാബിക്ക് പറഞ്ഞൂടെ, എന്ത് റസൂലുള്ളാഹി വന്നെന്ന് ദ്വാരുന്ന എനിക്ക് ദുനിയാവ് ആഖിറായി, എനിക്കത് വേണ്ട, റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ആഖിറം വേണ്ട. നിങ്ങളതൊന്നും ആലോചിക്കണം. പിന്നെ നേരം വെളുത്തിട്ട് ഇവർ പറയാം, നബിയെ ഞങ്ങൾ മറവ് ചെയ്തു രാത്രി തന്നെ, ഇന്നാലിനെ സ്വഹാബി വഫാത്ത. എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി ഖബറിങ്ങ പോയി കരയാ. നിങ്ങളതൊക്കെ ഒന്ന് ആലോചിക്കും. ആരോ ഏതൊരു മൂല്യരല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് ഇൻ്റെ മേൽ വന്നുകൊണ്ട് ആ മയ്യത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നിസ്കരിക്കൂലെന്നല്ല, പക്ഷെ അത് ആ മറവ് ചെയ്യണതിന് മുമ്പ് തന്നെ എൻ്റെ മേലെ ഹബീബ് മയ്യത്ത് നിസ്കരിച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി. പിന്നെ ഹബീബ് എൻ്റെ മേൽ ദുആ ചെയ്താൽ കിട്ടാൻ പോകുന്ന നേട്ടം എത്രയാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ മയ്യത്തിൻ്റെ മേൽ മുന്നിൽ വെച്ചിട്ട് നിസ്കരിച്ചു എന്നതിന് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ലിസ്റ്റിൽ നിന്ന് ഇയാൾ നഷ്ടപ്പെടില്ലേ? ഇയാൾക്ക് പറഞ്ഞൂടെ എന്ത്? നിങ്ങളെല്ലാവരും കൂടി പോയി കുറച്ച് ആൾ പോയിട്ട് റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ടുവരണേ. അത് പറഞ്ഞു, അത് വേണ്ട, റസൂൽ ഉറങ്ങിക്കോട്ടെ, റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ട് വേണ്ട. എൻ്റെ മയ്യത്ത് നിസ്കരിക്കുന്നതിനേക്കാളും റസൂലുള്ളാഹിക്ക് ഖൈർ അവിടുന്ന് ഉറങ്ങലാണ്, ഉമ്മത്തിനെന്നും അവിടുന്ന് ഉറങ്ങലാണ്. അതല്ലേ പ്രേമം? നിങ്ങളോട് പ്രേമുണ്ടായതുകൊണ്ടല്ലേ നബിയെ ഈ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്തിൻ്റെ നബി എന്നെ ചെയ്യണമെന്ന് അയാൾ പറയാൻ കാരണം അങ്ങനെയല്ലേ ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുക. അയാൾ പറയണത് ആരിസ്കരിച്ചാലും അല്ല, നബിനെ വരുത്തരുത്, റസൂലുള്ളാഹിക്ക് രാത്രിയാകുമ്പോൾ ബുദ്ധിമുട്ടാവും. ആ പ്രേമം എത്രയാണ്? നമ്മൾ നേരെ എതിര് മനസ്സിലാക്കുന്നിടത്താണ് അവൻ്റെ പ്രേമം. ഒരാൾക്ക് ആക്ഷേപിക്കാലോ, നബിന്റെ എത്ര വലിയ ആളായിട്ടുണ്ട്, നബി വരെ നിസ്കരിച്ചില്ലല്ലോ, ഓൻ്റെ പിറ്റേന്ന് നബി ആ കബറിങ്ങനെ പോയി പോന്നു, അങ്ങനെ പറയാലോ. നബിന്റെ വലിയ ആളെ, എന്ത് വലിയ ആള്, നബി നിസ്കരിക്കാൻ പറയാൻ വന്നില്ലല്ലോ, ഞാനുണ്ടായിരുന്ന മയ്യത്ത് നിസ്കാരത്തിൽ, നബി ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്ത് പറഞ്ഞ വിഷയമല്ല, റസൂലുള്ളാഹിന്റെ ബുദ്ധിമുട്ട് ആവശ്യം. നിങ്ങൾ ആ പ്രേമം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നമ്മൾ പ്രേമമാണെന്ന് പറയുന്ന അവർക്ക് പ്രേമമല്ല. നമുക്ക് നബി വരിക എന്നുള്ളതാണ് പ്രേമം, അവർക്ക് നബി വരാതിരിക്കലാണ് പ്രേമം. മനസ്സിലായില്ല? നമുക്കിപ്പോ നബി ആ മയ്യത്തിൻ്റെ അടുത്തൊന്നും വരില്ലാന്നല്ല നമ്മളെ പ്രേമം. നബിനോടുള്ള പ്രേമം കൊണ്ടാണ് മയ്യത്തിന് വാപ്പ മരിച്ചപ്പോൾ നബിനെ വിളിച്ച് എന്ന് പറയാൻ. അവർക്ക് നബി വരാതിരിക്കലാണ് പ്രേമം. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം ഈ ആഖിറത്തിൽ നേട്ടം കിട്ടിയില്ലെങ്കിൽ വേണ്ട. നബി വന്ന് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കാത്തതിന്റെ പേരിൽ ഈ എനിക്ക് ചില പ്രയാസം കബറിൽ ഉണ്ടായിക്കോട്ടെ, അത് ഞാൻ സഹിച്ചോളാം, റസൂലുള്ളാഹി ബുദ്ധിമുട്ടായത്. ആ പ്രേമം എത്രയാ? നിങ്ങളതൊന്ന് ആലോചിക്കും. അപ്പൊ അതിലേക്ക് ചേർത്ത് നോക്കിയാൽ അതൊരു പ്രേമാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്നറിയുമ്പോ ഒരു സ്വഹാബി ദുആ ചെയ്യാം. എന്ത്? അല്ലാഹുമ്മ അമിനി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദാ. റബ്ബേ, എന്റെ കണ്ണിപ്പോ പൊട്ടിച്ചേർന്നു. വഹുവ ഫീ ഹർസിഹി, അയാളുടെ ആ കൃഷിസ്ഥലത്ത്. ആ കൃഷിസ്ഥലത്ത് നിന്ന് ആരോ ഫജാഅ ഇലൈഹി വലദുഹു, വലത് ഓടി വന്ന് പറഞ്ഞു, തൂഫി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട് വാപ്പാ. ഫവളഅൽ മിഅ്വല അലൽ അർദി, കൈക്കോട്ട് ഭൂമിയിൽ വെച്ചു. ഫറഫഅ യദൈഹി വബസറഹു ഇലസ്സമാഇ, രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി. ഫദഅ ലില്ലാഹ്, ഈ സ്വഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അമിനി, റബ്ബേ എന്നെ ഇപ്പോൾ കുരുടനാക്കണം, ഇനി ഈ സെക്കൻഡ് മുതൽ എനിക്ക് കണ്ണ് വേണ്ട.
അള്ളാഹുവിന്റെ റസൂലിനെ ജീവനോടുകൂടെ കണ്ട കണ്ണല്ലേ, ഇനി എനിക്ക് വേറൊരാളെ കാണേണ്ടതില്ല. പിന്നെ വഫാത്തായി കിടക്കുന്ന നബിയെ കാണാനുള്ള ശക്തിയൊന്നും എൻ്റെ കണ്ണിനില്ല. ഇപ്പൊ കണ്ണൂട്ടിയ മതി. ആ സമയത്ത് അദ്ദേഹം കുരുടനാക്കപ്പെട്ടു. അയാൾക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തു, അല്ലാഹു സ്വീകരിച്ചു. ആ സമയത്ത് കണ്ണ് കുരുടനായി. പിന്നെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് സ്വന്തം മകന. എങ്ങനെയുണ്ട്? പണിക്കടയിൽ ദുആ ചെയ്തു കണ്ണുകൊട്ടാൻ. എന്തേ? അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണ് ഇനി വേറൊന്നും കാണണ്ട. ഇനി വേഗം ഒരു മനുഷ്യനെ കണ്ട എനിക്ക് ഈ ലോകത്തെ ആനന്ദം എൻ്റെ റസൂലുള്ളാഹിനെ കാണലായിരുന്നു. കഴിഞ്ഞല്ലോ. ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ കുട്ടികളെ എനിക്ക് കാണണ്ട, എൻ്റെ ഓളെ എനിക്ക് കാണണ്ട, എൻ്റെ കുട്ടികളെ എനിക്ക് കാണണ്ട, ഈ ലോകം എനിക്ക് കാണണ്ട, എനിക്കൊന്നും കാണണ്ട, ഇനി ഒന്നും കാണണ്ട. ഞാൻ ഇടക്കിടക്ക് മക്കത്ത് പോയി കഅബ കാണാലോ, അന്ന് എനിക്ക് കാണണ്ട. ഞാൻ കഅബ കാണാനെങ്കിലും കുറച്ചു നേരം എനിക്ക് കണ്ണുണ്ടായിക്കൂടെ. ഉംറക്ക് വേണം, പിന്നെ കണ്ണോട്ടാൻ തീർക്കാം. കഅബ ഒന്നും കൂടി കാണണ്ടോ? അവർക്ക് കഅബല്ല വിഷയം, അവരെ കഅബ റസൂൽ. അത് പഠിക്കാതെ മൂമിനാവില്ല. അബ്ദിന്റെ കഅബ മുഹമ്മദ്, മറ്റേത് നിസ്കാരത്തിന്റെ കഅബ. അത് പഠിക്കാതെ മൂമിനാവിന് പൊന്നും മോനെ. ഇന്നെ ചീത്തറിന്റെ കാര്യമല്ല. കഅബയേക്കാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞടൂ, എനിക്കില്ലേ 47 സ്വാതന്ത്ര്യം കിട്ടിയത്, എനിക്ക് പറഞ്ഞോളൂ. ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ഞാൻ കൊള്ളിയാൽ തന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിലില്ല, പിന്നെ തള്ളുന്നെങ്കിൽ വിഷയം. മൂമിനിന്റെ കഅബ റസൂലയാണ്, ഈമാന്റെ കഅബ റസൂലയാണ്, ഈമാന്റെ ഖിബല റസൂലയാണ്, നിസ്കാരത്തിന്റെ ഖിബലയാണ് കഅബ. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. കഅബയിലേക്ക് നിസ്കരിക്കാം, അങ്ങേക്കതാണല്ലോ ഇഷ്ടം എന്നതുകൊണ്ട്. അപ്പൊ അല്ലാഹു ശറഫാക്കിയത് കഅബയല്ല, ഇലാഹു മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഇഷ്ടം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായം പറയാണ്. എന്ത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഖിബല മാറ്റുന്ന വിഷയത്തിൽ ജിബ്രീലിന്റെ വഹി, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ടുവരുന്നോ എന്ന് ഇടയ്ക്കിടെ അങ്ങ് മുകളിലേക്ക് നോക്കുന്നത് നാം കാണുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അതായത് അപ്പോൾ ഹബീബായ നബി നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഇടക്കിടക്ക് റസൂലുള്ളാഹി അങ്ങനെ മേപ്പെട്ട് നോക്കും, ആര് വരുന്നുണ്ടോ? സയ്യിദുനാ ജിബ്രീൽ മെസ്സേജും കൊണ്ട് വരുന്നുണ്ടോ, വഹയും കൊണ്ട് വരുന്നുണ്ടോ, എങ്ങോട്ട് തിരിയാൻ? കഅബയിലേക്ക്. കാരണം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം എന്തിലേക്ക് തിരിയല? അപ്പോഴത്തിന് 17 or 18 മാസമായിട്ടുണ്ട് എങ്ങോട്ട് തിരിയാൻ തുടങ്ങിയിട്ട്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അപ്പൊ റസൂലുള്ളാഹിക്ക് വലിയ ആഗ്രഹമുണ്ട് വീണ്ടും എന്ത് കിട്ടിയെങ്കിൽ, കഅബ കിട്ടിയെങ്കിൽ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. മുകളിലേക്ക് അങ്ങ് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. ഫലനുവല്ലിയന്നക, എങ്കിൽ നാം തിരിച്ചു തരാം. ഖിബ്ലതൻ, ഒരു ഖിബ്ലയിലേക്ക്. തർളാഹാ, ആ ഖിബ്ലയാണല്ലോ അങ്ങേക്കിഷ്ടം. അതുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കഅബയിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. അല്ലാതെ ഹജറുൽ അസ്വദ് വെച്ചല്ല. ഈ ഹജറുൽ അസ്വദ് ഉള്ള കാലത്താണ് നേരെ എബൌട്ട് 10 തിരിച്ച് തിരിയാനുള്ള പറഞ്ഞത്. അയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. എവിടെ തിരിഞ്ഞാലും അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗം തന്നെയാണ്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അല്ലാഹുവിൻ്റെതാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കലാണ് പുണ്യമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതല്ലാതെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പിന്നെന്തേ? അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടം കഅബയാണ്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞോട്ടെ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കഅബയിലേക്ക് തിരിയാം. അതിൽ ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടല്ല, അത് ഇബ്രാഹിം നബി ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമല്ല. ഇബ്രാഹിം നബി ഉണ്ടാക്കി എന്നതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടം.
നമ്മൾ തിരിയുന്നത് ആരിഷ്ടം കൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ അള്ളാഹ് തിരിച്ച റസൂലുള്ളാഹിന്റെ ഇഷ്ടം. എൻ്റെ ഇബ്രാഹിം പടുത്തുയർത്തിയതേ എന്നതുകൊണ്ടല്ല ഞാൻ ഇബ്രാഹിം നബി മോശമാക്കല്ല. നിങ്ങൾ അതും വേറെ ചാർജ് ഷീറ്റിന്റെ മേലിടണ്ട. എടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയതെന്നല്ലേ കഅബ? എന്നിട്ടല്ലേ അതിന് ഒഴിവാക്കി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞ് നേരെ എതിർ ദിശയിലേക്ക്? അതിന്റെ മുമ്പ് അത് പടുത്തുയർത്തിയത് ആരെന്നെയാണ്? മാനവ സമൂഹത്തിന് അത് പടുത്തുയർത്തിയിട്ട് അതിനബിയുടെ കാലത്തുണ്ടെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹിമുസ്സലാത്തു വസ്സലാം അല്ലാഹു സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ, ആ കാലത്ത് പിന്നെ എല്ലാ കാലത്തും ഉണ്ടെങ്കിൽ പോലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ പ്രളയത്തിൽ അത് തകർന്നുപോയി. പിന്നീട് അത് പടുത്തുയർത്തിയിട്ട് ലോകത്തിന് സമർപ്പിക്കുന്നത് സയ്യിദ്നാ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? പിന്നീട് 2000-ലേറെ കൊല്ലം കഴിഞ്ഞ മുസ്തഫ നബി, 2500 കൊല്ലം കഴിഞ്ഞ മുസ്തഫ നബി വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു തആല എന്താ പറഞ്ഞത്? എന്നിട്ട് അതിന്റെ ഇടക്ക് കഅബയിലേക്ക് ആദ്യം തിരിഞ്ഞ് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞു. ഈ കഅബ ഇബ്രാഹിം നബിയുടെ കഅബ ആയിരിക്കവേ അവർ റസൂലുള്ളാഹിക്ക് വിഷമായി എങ്ങോട്ട് തിരിയാൻ? കഅബയിലേക്ക് തിരിയണം. എന്തേ? റസൂലുള്ളാഹിന്റെ വല്യാപ്പ ഉണ്ടാക്കിയതാണത്. അത് മറ്റേത് സുലൈമാൻ നബിയും ദാവൂദ് നബിയും കൂടി പണി കഴിച്ച് ലോകത്തിന് സമർപ്പിച്ചതാണ്. ഇത് ഡയറക്റ്റ് വല്യപ്പ, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹിന്റെ വല്യപ്പാന്റെ പട്ടികയിൽ ആര് വരൂല? സുലൈമാൻ നബി ദാവൂദ് നബി വരൂല, ഇഖ്വാനിലെ വരുള്ളൂ, എളാപ്പമാരിലെ വരുള്ളൂ. മനസ്സിലായില്ലേ? അതിലേ വരുള്ളൂ, ആബാ അജ്ദാദിൽ വരൂല. എവിടുന്ന്? അത് ഇസ്മായിൽ നബിയിൽ നിന്ന് തെറ്റിപ്പോന്നിട്ടുണ്ട്. പിന്നെ ഇസ്മായിൽ നബിയുടെ അനുജന്റെ മക്കൾ മാത്രമാണ് അവരൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ റസൂലുള്ളാഹിയുടെ വല്യാപ്പായുടെ പട്ടികയിൽ ആരില്ല? സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഇല്ല. അവരെ വലിയ മഹാന്മാരല്ലാത്തോണ്ടല്ല, സ്വന്തം ബാപ്പയും ലോകത്തിന് അത്രയും പ്രധാനമായ ആൾ പടുത്തുയർത്തിയതുപോലെ ഉണ്ടായിരിക്കവേ അല്ലാഹു വയിലേക്ക് തിരിയാൻ നമ്മളോട് കൽപ്പിച്ചെങ്കിൽ കൊട്ടിയാണ് ആർക്ക്? റസൂലുള്ളാഹിക്ക്. പിന്നെയോ പിന്നെ മക്ക റസൂലുള്ളാഹി വല്ല അഹബ്ബുൽ ബിലാദി ഇലാ റസൂലില്ലാഹി. അല്ലാഹു റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ഏത്? മക്ക, കഅബ. അപ്പൊ റസൂലുള്ളാഹിക്ക് ഇഷ്ടം അതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പരിഗണിച്ചത് കഅബയെ അല്ല കുട്ടിയെ, അള്ളാഹു പരിഗണിച്ചത് റസൂലുള്ളാഹിയുടെ ഇഷ്ടത്തെയാണ്. അതാണ് എന്താ റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ് മുഅ്മിന്റെ ഖിബല. ഖിബല കഅബയല്ലേ റസൂലുള്ളാഹി. അത് തലേക്കറാതെ മുഅ്മിനാവില്ല മോനെ. നിസ്കാരക്കാരൻ നരകത്തിലെത്തും, മുഅ്മിൻ നരകത്തിലെത്തൂല. അണുമണി തൂക്കം ഈമാൻ ഉള്ളവൻ നരകത്തിൽ നിന്ന് ഒഴിവാണ്. അണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തിലെത്തൂല. നിസ്കാരക്കാരൻ നരകത്തിലെത്തും. ഇപ്പോൾ വൈലുൽ മുസല്ലീൻ. മോൻ്റെ ഖിബല കഅബയായിരിക്കും. മുഅ്മിന്റെ ഖിബല ഏതാ? മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. വളരെ ചിന്തിക്ക്. ഖുർആനിൽ എന്നെ റബീഉൽ ക്യാമ്പയിൻ ആരംഭിച്ചു. 60 ദിവസം, റബീഉൽ ആഖിർ 10 വരെ 2 മാസം നിറഞ്ഞ് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുക. ആരാ റസൂലുള്ളാഹി? എങ്ങനെയാ റസൂലുള്ളാഹിനെ തിബായുണ്ട്? റസൂലുള്ളാഹി ഖൽബ് കയറിയ മുഅ്മിനായി. പാഠം പഠിച്ച നിസ്കാരം നോമ്പും 10 രൂപയൊക്കെ കിട്ടും. റസൂലുള്ളാഹി ഖൽബ് കയറിയാലേ മുഅ്മിനാവും. ഈ 60 ദിവസവും പ്രത്യേക പരിപാടി അതാണ് ഖുർആനിൽ. എല്ലാ ദിവസവും മൗലൂദും ചീരണി എല്ലാം ആർക്കും അതിലേക്ക് ദാനം ചെയ്യാം. കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ചീരണികൾ, കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന സമ്മാനങ്ങൾ, വിവിധങ്ങളായ പരിപാടികൾ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ 40 ഹദീസ് വിശദീകരിക്കൽ, 40 ഹദീസ് വിശദീകരിക്കും. ഈ 60 ദിവസത്തിനുള്ളിൽ 40 ഹദീസ് വിശദീകരിക്കും. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ മങ്കൂസ് മൗലൂദ് മൊത്തം അർത്ഥം വെച്ച് വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ഖൽബിൽ അള്ളാഹിന്റെ ഹബീബ് കയറണം. ഖൽബിൽ അള്ളാഹുവിന്റെ ഹബീബ് കയറിയിട്ടില്ലെങ്കിലോ നിസ്കാരം ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. നോമ്പുണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. ഹജ്ജ് ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഖിബ്ലത്തുൽ ഈമാനി മുഹമ്മദുൻ. ഈമാന്റെ ഖിബ്ല മുഹമ്മദ് മുസ്തഫയാണ്. ഖലീലുൻ വിദാ ഖലീലുൻ വിദാദുൽ അബ്ദി ഫീക സഫാഉ വമാദുഹുക മിൻ ദാഇൽ ഖുലൂബി ശിഫാഉ. ചിന്തിക്ക് സയ്യിദുനാ സിദ്ദീഖ് മാളങ്ങളൊക്കെ അടച്ചു പാമ്പ് വരാതിരിക്കാൻ. ഒരു മാളത്തിന് ശീലക്കഷ്ണമില്ല. അപ്പൊ അവിടെ എന്ത് വെച്ചു? തള്ളവരല്. ബുദ്ധിയുള്ളതും ചെയ്യും. ചരിത്രം പൊട്ടനായിട്ടല്ലേ എഴുതിയ സിദ്ദീഖ്. ഭൂലോകം കണ്ട വിഡ്ഢികളെ കൂട്ടത്തിൽ ഒരാൾ സിദ്ദീഖ്. എന്ത്? ഒരു ഗുഹയെ കയറി മാളങ്ങളെല്ലാം അടച്ചു. ഒരു മാളോ, ആ മാളത്തിൽ എന്ത് വെച്ചു? വിരൽ വെച്ചു.
ഈ ആളെ പൊട്ടെന്നല്ലാതെ എന്താ പറയുക? എന്തിനാണ് ഈ മാളടക്കണത്? പാമ്പ് വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാളത്തിന് ശീലകഷ്ണം കിട്ടിയില്ല, അപ്പൊ അവിടെ എന്ത് വെച്ചു കൊടുത്തു? കാലിന്റെ തള്ളവരൽ അമർത്തി വെച്ചു. കാലിന്റെ തള്ളവരൽ അമർത്തിച്ചു. എന്തിനാണ് മാളടക്കണത്? അപ്പൊ ഉത്തരം കിട്ടിയില്ല മനുഷ്യൻ നിനക്ക്. പാമ്പ് ഇന്നെ വന്ന് കടിക്കാതിരിക്കാനല്ല മാളടച്ചത്. മുത്തുനബി കടിക്കാതിരിക്കാൻ ഞാൻ ചെയ്തേക്കോട്ടെ. ഞാനെങ്ങാനും അള്ളാഹുവിന്റെ ഹബീബ് സിദ്ദീഖുൽ അക്ബറിന്റെ തൊടയിൽ തലവെച്ച് കിടക്കുക. അപ്പോൾ എങ്ങാനും പാമ്പ് വന്ന് കടിച്ചാല് മനസ്സിലായില്ലേ? പാമ്പ് കേറി വന്നാല് ഞാൻ അറിയാതെ റസൂലുള്ളാഹിനെ കൊത്തിപ്പോയാലോ? അത് വേണ്ട, റസൂലുള്ളാഹിക്കൊന്നും പറ്റരുത്. അപ്പൊ എന്ത് ചെയ്ത്? തള്ളവരൊരു മാളത്തിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ ഈ മാളടച്ച എനിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാ? ഹബീബായ നബിക്കാ. അതാ സ്നേഹം. പാമ്പ് വന്നു, കുത്തും ചെയ്തു. അനങ്ങാൻ വയ്യാതെയായി, ഇളക്കിയില്ല. എന്തുകൊണ്ട്? ആ തൊടയിൽ ആര് കിടക്കുന്നുണ്ട്? അതാണ് പ്രേമം, അതാണ് സ്നേഹം. നമുക്കുണ്ടോ? ഞാൻ മരിച്ചോട്ടെ, ഞാൻ മരിക്കല്ലേ? റസൂലുള്ളാഹിനെ ഇരിക്കല്ലേ? ഞാൻ റസൂലുള്ളാഹിനെ ഇരിക്കല്ലേ? എന്താ അല്ലാഹുവിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ, ഉറക്കപ്പറ അല്ലാഹുവിന്റെ ഹബീബ് മുസ്തഫ. അതല്ലേ പ്രേമം. قليل وداد العبد فيك صفاء قليل وداد العبد فيك صفاء ومدعوك من داء القلوب شفاء قليل وداد العبد. ഈ അടിമയുടെ പ്രേമം വളരെ ഖലീലാണ്. ഫീക നബി അങ്ങയിൽ. പക്ഷേ സഫാഉ അത് വളരെ നിഷ്കളങ്കമാണ്. ഒരു കലർപ്പുമില്ലാത്ത പ്രേമാണ് എൻ്റെ പ്രേമം ഹബീബ നബിയോട്. അതിൽ കലർപ്പില്ല. പക്ഷേ കുറവാണ്. കുറവെന്നല്ലേ പറയാ? കുറവ് തന്നെ പറയാ. നമ്മൾ സമർപ്പിക്കേണ്ടവരോട് സമർപ്പിക്കുമ്പോൾ കുറവെന്നാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ഭാര്യക്ക് നീ സ്വർണ്ണമാല വാങ്ങി, രത്നമാല വാങ്ങി, എല്ലാം വാങ്ങി, അങ്കക്ക് വാങ്ങി, എല്ലാം വാങ്ങി കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷം അന്ന് അവളോട് പറയാം, നിനക്ക് രണ്ട് കാര്യം പറയാം. എന്ത്? ഈ സാധനമൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ട് എൻ്റെ ആ കൊരങ്ങൻ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. അങ്ങനെ പറയും. എന്തൊക്കെ ഇപ്പം ഞാൻ വാങ്ങിയത് അല്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പെട്ടിക്ക് വലിയ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നടക്കാൻ വേണ്ടിയിട്ട് 2 മാസം ഞാൻ ദുബായിൽ കൂടെയൊക്കെ ഞാൻ എത്രയാണ് തെണ്ടിയത്. ഹേയ്, ഇങ്ങനെ പറയാം. പിന്നെ എങ്ങനെയും പറയാം, എന്നെ കൊണ്ട് ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, എനിക്ക് തരേണ്ടതൊന്നുമല്ല എനിക്കറിയാം. അങ്ങനെയും പറയാം. ഒന്ന് പ്രേമത്തിൻ്റെ അങ്ങേറ്റ, മറ്റേത് അവനങ്കാരിയ. എനിക്ക് ഈ 10 പെട്ടിയൊന്നും തന്നാൽ പോരാ. കാരണം ഇജ്ജ് അത്രയും വലിയ മഹതിയാണ്. എൻ്റെ ജീവിതം നന്നാക്കി ഇജ്ജാണ്. എനിക്ക് കുട്ടികളെ തന്ന ഇജ്ജാണ്. കഷ്ടപ്പെട്ടത് ഇജ്ജാണ്. എൻ്റെ കുടുംബം നോക്കുന്നത് ഇജ്ജാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ശരീരവും എൻ്റെ മുതലും സംരക്ഷിക്കുന്നത് ആരെക്കാളും, ഈ കരമത്ത ഏത് പെണ്ണിനേക്കാളും മേലുള്ളത് ഇയാണ്. എനിക്ക് എപ്പോഴും അറിയാം. നിനക്ക് ഞാൻ ഈ 10 പെട്ടിയൊന്നും തന്നാൽ പോരാ, പക്ഷെ എൻ്റെ ആപത് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, ഇജ്ജ് ക്ഷമിക്കണം. അങ്ങനെ പറയും. എന്തുണ്ടെങ്കിൽ പ്രേമുണ്ടെങ്കിൽ, സ്വന്തത്തിനോട് പ്രേമുണ്ടെങ്കിൽ എന്താ പറയുക? ഓളോടല്ല പ്രേമം, നമ്മളോടാണെങ്കിൽ എന്താ പറയുക? മനസ്സിലായില്ലേ? നമ്മൾ പെട്ടിയൊക്കെ കൊണ്ട് ഇറക്കി ഓള അടുക്കളയ്ക്ക് എന്തോ ചായ എടുക്കാൻ വേണ്ടി പോയാൽ അപ്പം നമ്മൾ ചൂടാവും. അല്ല, ഈ പാനൊക്കെ കൊണ്ടിട്ട് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് പോയാൽ പോരാ എനിക്ക്? ഇതൊക്കെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് നയിച്ചുണ്ടാക്കിയത്? അങ്ങനെ പറയാലോ. മനസ്സിലായില്ലേ? തന്നെ. അപ്പൊ കലീമയുടെ കലീല് ഞാൻ ഒന്നുമില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാണ്ട് പ്രേമം ആവുമ്പോ മറ്റേ കുറച്ച് വലുതാക്കിക്കോ. സാധനങ്ങൾക്കിടയിലൊക്കെ തുണിക്കഷ്ടവും വൈക്കോലുണ്ടിയും വെച്ചിട്ടാണ് ഇപ്പം പെട്ടിയാക്കിയത്. എന്നാലും പെട്ടി കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ എന്ത് പറയും? ആകെ 4 പ്ലേറ്റും
കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, എന്നാലും വലിയ സംഭവമാക്കി പറഞ്ഞു. പെട്ടി പൊട്ടിച്ച് നോക്കുമ്പോൾ വൈക്കോലിൻ്റെ കഷ്ണവും തുണിക്കഷ്ടം മാത്രമാണ് കൂടുതലുണ്ടാകുക, എന്നാലും വലിപ്പത്തിനും പറയും എന്ത് അത് അള്ളാഹിൻ്റെ സഹായത്താൽ ഞാൻ എനിക്ക് വേണ്ടി നയിച്ചുണ്ടാക്കിയത് ഇതൊക്കെ എന്ന് പറയും. മറ്റേ പെട്ടി നിറച്ചിലാണെന്നുണ്ടെങ്കിൽ എന്തു പറയും, ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഖലീലു വിദാദിൽ അബ്ദി എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെന്ത് മനസ്സിലാക്കണ്ട, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളെ പ്രേമല്ലേ വലിയ, അങ്ങനെ വിചാരിക്കണ്ട, നമ്മൾക്ക് കുറച്ചൊന്നല്ല എന്ന്. ഒരു 4 ചാക്ക് അരി റബീഉൽ അവ്വലിൽ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നേണ്ടവർ ഈ ഭൂലോകത്തുണ്ടായ അരി മുഴുവനും റബീഉൽ അവ്വലിൽ മൗലിദ് ഓതാൻ കൊടുത്താലും പ്രേമം ചെറുതാണ്. അവരെ പ്രേമാണ്, അവരുടെ പ്രേമാണ്. അവരല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പല്ല് പൊട്ടിന്ന് അറിഞ്ഞപ്പോൾ പല്ല് കുത്തി പൊട്ടിച്ചതാണ്, സ്വന്തം പല്ല്. അങ്ങനെ ഒരാൾ ചെയ്തു മുഹബ്ബുൻ നബിയിൽ മുസ്തഫ. നമ്മളൊരു രോമം കളഞ്ഞിട്ടുണ്ടോ കാലം വരെ? അല്ലാഹുവിൻ്റെ ഹബീബ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കല്ലെടുത്തിട്ട് സ്വന്തം പല്ല് കുത്തിയിട്ട് പൊട്ടിച്ചു. എന്തേ? ഇത് പ്രേമ, റസൂലുള്ളാഹിക്കില്ലാത്ത എനിക്ക് വേണ്ട. ചിന്തിക്ക്, യുവാവായ ബാല്യക്കാരനായ ഹുബൈബിനോട് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാളല്ല ബാല്യക്കാരന്. ജമീലത്തായ അതിസുന്ദരിയായ പെണ്ണുണ്ട് സ്വന്തം വീട്ടിൽ. ഞങ്ങൾ നിന്റെ സുന്ദരിയായ ഭാര്യയുടെ അടുത്തേക്കും മക്കളടുത്തേക്കും നിന്നെ അയക്കാം ഹുബൈബെ. തസുബ് മുഹമ്മദൻ, ഒന്ന് മുഹമ്മദിനെ ആക്ഷേപിച്ചാൽ മതി ഹുബൈബെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ളി തറക്കുന്നതിനും ഞാൻ സമ്മതിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോകേണ്ടതില്ല. നിങ്ങൾ തറക്കണ്ട, ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകില്ല, നിങ്ങൾ ഞാൻ കൊന്നോളി. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലിന് അടിയിൽ ഒരു മുള്ള് തറക്കാം, എനിക്ക് പകരമായിട്ട്, എന്റെ റൂഹിന് പകരമായി, എന്റെ ജീവന് പകരമായി റസൂലുള്ളാഹിയുടെ കാലിന് ഒരു മുള്ള് തറക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഇവിടുന്ന് കൊണ്ടില്ല. ഒരാൾ കൊന്നു, മരിച്ചു. അപ്പോൾ ആയത്തിറങ്ങിയത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ ഹബീബ് ഈ ആയത്തും കൊടുത്ത് സയ്യിദ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വതറഫതൈന കണ്ണുനീര് പൊട്ടി പൊട്ടി ഒഴുകി. ഹുബൈബ് ഷഹീദായി കേട്ടോ. ഹുബൈബിന് യാത്രാമംഗളം നേർന്നുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത്. മുസ്തഫ നബി പറഞ്ഞു, ഹബീബിനെ പ്രേമിച്ച് ശാന്തമായ ആത്മാവേ നീ തിരിച്ചു പോര്. അല്ലാഹു തന്നെ പറയാ, തിരിച്ചു പോര്. ആരാ പറയണത്? അല്ലാഹു പറയാ. ഇവിടെ അന്നഫ്സുൽ മുത്മഇന്ന, ഏതാണ് കുട്ടി അന്നഫ്സുൽ മുത്മഇന്ന? ബിഹബ്ബിൻ നബിയിൽ മുസ്തഫ. അല്ലാതെ ഹജ്ജ് ചെയ്തിട്ടല്ലോ നഫ്സുൽ മുത്മഇന്ന അവർക്ക് ഉണ്ടായത്. ഇതെന്ന് പഠിക്കുമ്പോൾ ഇതിന്റെ സബബ് ആലോചിക്കും. ഇവിടെ നഫ്സുൽ മുത്മഇന്നത്ത് എന്താ? പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വഴിപ്പെടാത്ത നഫ്സ്. പ്രലോഭനവും പ്രകോപനവും നടത്തി കൊല്ലു നടന്നു, കൊന്നോളി നടന്നു. ഞങ്ങൾ എൻ്റെ പെണ്ണുങ്ങളെത്തിക്കാൻ തിരിച്ചയക്കാം. നിനക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഞങ്ങൾ തരാം. ഞങ്ങൾ പെട്ടിണ്ടാക്കി കെട്ടിത്തരാം നാട്ടിൽ പോകാൻ. എല്ലാ ദുനിയവിയായ നിഅമത്തുകളും നിനക്ക് ഞങ്ങൾ തരാം. നിന്റെ ഭാര്യയിലേക്ക്, കുടുംബത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാം. ഇവിടുന്ന് കെട്ടിവിടാനുള്ള എല്ലാ ഒരുക്ക് സമാനവും ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ചിട്ട് അയച്ചുതരാം. തസുബ് മുഹമ്മദൻ, മുഹമ്മദിന് നീ തരണം. ഇല്ല, വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിനടിയിൽ തറക്കുന്ന ഒരു മുള്ളിന് പകരമായി എനിക്ക് പോണതില്ല. അങ്ങനുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, എവിടെ ഈ നഫ്സുൽ മുത്മഇന്നത്തേതാ? അത് പറയാതെ ശാന്തമായ ആത്മാവേ. ഇതെന്താ സബബുൻ നുസൂല്? അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി
കഴുമരത്തിൽ കയറുകയാണ് ആര്? സയ്യിദുനാ ഹുബൈബ്. അപ്പോഴിറങ്ങി ആയത്തത്. അപ്പൊ ഇതിന്റെ സബബ് നുസൂൽ എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ പ്രേമിച്ച് മരിക്കുക ഒരു മനുഷ്യൻ. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച് ആ അബ്ദ് മരിക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ. എന്താണ് അവിടെ സബബുൻ നുസൂൽ? ചിന്തിക്ക്, എന്താണ് സബബുൻ നുസൂൽ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ. എന്തുകൊണ്ട് ശാന്തമായി? ബിഹുബ്ബിൽ മുസ്തഫ, ബിവിദാദിൽ മുസ്തഫ, ബിശൗഖിൽ മുസ്തഫ. മനസ്സിലായില്ലേ? ബിഇശ്ഖി നബിയിൽ മുസ്തഫ, നബിയെ പ്രേമിക്കുക. അതാണ് മുത്മഇന്നത്ത്. അല്ല നിസ്കാരം കൊണ്ടല്ല അവിടെ മുത്മഇന്നത്ത്. മുത്മഇന്നത്തുള്ള നഫ്സ് നിസ്കരിക്കുന്നേ ഉള്ളൂ. നിസ്കാരം കൊണ്ട് മുത്മഇന്നത്ത് ഉണ്ടാവില്ല. മുത്മഇന്നത്തുള്ളൂ നിസ്കരിക്കും. ആരിൽ മുത്മഇന്നത്തായി? അള്ളാഹുവിനും റസൂലിനും ശാന്തമായി അടങ്ങിയ ആത്മാവ് നിസ്കരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ വെറും ആ പ്രേമല്ലാതെ മുത്മഇന്നത്ത് നിസ്കാരം കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അതേ സമയത്ത് മുത്മഇന്നത്ത് ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു റസൂലിനെ പ്രേമിക്കുക, നഫ്സ മുത്മഇന്നത്താവും, ശാന്തമായ ആത്മാവ്. നിസ്കാരം കൊണ്ട് ഉണ്ടാവില്ല, നോമ്പോണ്ട് ഉണ്ടാവില്ല. ഒന്നും മനസ്സിലായില്ല. അള്ളാഹുവിനും റസൂലിനും വേണ്ട അടങ്ങണം നഫ്സ്. ആ നഫ്സ് ശാന്തമായ ആത്മാവാ. പിന്നെ ആ ആത്മാവ് നിസ്കരിക്കും, നോമ്പോൽക്കും ഒക്കെ ചെയ്യും. പക്ഷെ നിസ്കാരം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ജോലി ചെയ്തിട്ട് ഒരാൾ മുതലാളിയാവൂല. കച്ചവടം മുതലാളിയാവും. ജോലി എണ്ണിച്ചുട്ടപ്പ. 100 കൊല്ലം ജോലി ചെയ്താലും മുതലാളിയാവില്ല. ജോലി എണ്ണിച്ചുട്ടപ്പാണ്. ഒരു കച്ചവടം ചെയ്താലോ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവും. വിചാരിച്ചാൽ അല്ല കിട്ടുക. സത്യം തന്നെയല്ലേ? ജോലി നല്ലതാണ്. ജോലിക്കൊരു സേഫ് ഉണ്ട്. ജോലി സേഫാണ്. മാസം കഴിഞ്ഞാൽ 28-ാം തീയതി 30-ാം തീയതി ശമ്പളം കിട്ടും. പൊളിയാനൊന്നുമില്ല, കിട്ടാനേ ഉള്ളൂ. അതേസമയത്ത് കച്ചവടം അങ്ങനെയല്ല. കച്ചവടം പൊളിയും ചെയ്യും, പക്ഷെ കിട്ടിയ പെരുങ്കിട്ടലിട്ടു. 100 കൊല്ലം ശമ്പളം കിട്ടുന്ന പൈസ 1 മിനിറ്റ് കൊണ്ട് കിട്ടും. എന്തില്? സത്യല്ലേ? അതാണ്. അതൊക്കെ ചിന്തിക്കണം. ഞാനീ പറയണത് എത്ര കിട്ടുന്നില്ല, അങ്ങോട്ട് കിട്ടിപ്പോകും. നിസ്കാരത്തിനൊരു ലിമിറ്റ് ഉണ്ട്, നോമ്പിന് ലിമിറ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ ഇതുണ്ടാവും. ഹുബിനോ ഈ ലിമിറ്റില്ല. അല്ലാഹുവിനെ റസൂലിനെ കണ്ട് കിട്ടും. അതൊരു കച്ചവടമാണ്. അലദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പറഞ്ഞു തരട്ടെയാണ്. കച്ചവടം പെരുങ്കിട്ടലിട്ടു. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. പിന്നെ നിങ്ങൾ മാലുകൊണ്ടും നഫ്സുകൊണ്ടും നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ സമരം ചെയ്യണം. എന്നാൽ കിട്ടും. നിസ്കാരത്തിന് ഒരു കിട്ടൽ കിട്ടും. വലിയ ലാഭമൊന്നും കിട്ടൂല. നിസ്കരിക്കണ്ടെന്നല്ല, ഒരു ആവറേജ് കിട്ടും. ഓന് കച്ചവടം ഉണ്ട്, ഓന് എന്തുണ്ട്? ജോലിയുണ്ട്. ജോലിക്ക് എണ്ണിച്ചുട്ട അപ്പം പൈസ അങ്ങനെ കിട്ടും. കച്ചവടം പെരുങ്കുട്ടിനും കിട്ടും. മനസ്സിലായില്ലേ? ജോലിയുണ്ട്, ഓന് കച്ചവടം ഉണ്ട്. അങ്ങനത്തെ ആളുകളില്ല. ചിലർക്ക് ജോലി ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും. കച്ചവടത്തിൽ പേറ്റും കിട്ടലിട്ടു. ഓൻ വലിയ വണ്ടി കൊണ്ട് ഓൻ ആദ്യം നടന്നു വന്നതിന്, പിന്നെ സൈക്കിള് വന്ന്, പിന്നെ മോട്ടോർ സൈക്കിൾ. അതിനപ്പുറത്ത് കയറില്ല. ജോലിക്കാരൻ കയറൂല. കാരണം എന്തുകൊണ്ട് കയറൂല? പെരയിൽ ഞാൻ ഒരു 800 എടുത്തിട്ടാൽ തന്നെ അതും കൊണ്ട് ഓഫീസിൽ പോകില്ല. എന്തുകൊണ്ട്? ഓൻ അവിടെ പെട്രോൾ കണക്കൂട്ടും. ഒരു മാസത്തെ പെട്രോളിൻ്റെ പൈസ അത് നോക്കുമ്പോൾ വലിയൊരു പൈസ ഇതിന് പോകേണ്ടി വരും. അപ്പം ആവൂല, എന്നും ബൈക്കുമേൽ അങ്ങനെ പോകും. അതേ സമയത്ത് കച്ചവടത്തിലേക്ക് കയറിയാൽ പിറ്റേ ദിവസം ബെഞ്ചെടുക്കും. കച്ചവടം അങ്ങനെയാണ്. മനസ്സിലായി? അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.